ഭീമസേനൻ തന്റെ കാലുകൊണ്ട് ചവിട്ടി നിർമ്മിച്ച കുളമാണിത്. വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ നിർമ്മിച്ച അടുപ്പാണിത്. ഈ അടുപ്പിൽ തീ കത്തിച്ച് പാഞ്ചാലി ഭക്ഷണം പാകം ചെയ്തു എന്നാണ് ഐതിഹ്യം. ഈ വിശാലമായ പാറക്കെട്ടിന്റെ മുകളിൽ നിൽക്കുമ്പോൾ തൊടുപുഴ പട്ടണത്തിന്റെ മുഴുവൻ ഭംഗിയും ആസ്വദിക്കാൻ സാധിക്കും. ഹായ്, നമസ്കാരം കൂട്ടുകാരെ. ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ തൊടുപുഴയുള്ള ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ പളനി മുരുകനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പളനി ക്ഷേത്രത്തിൻ്റെ അതേ രീതിയിൽ ഒരു വലിയ പാറക്കെട്ടിന് മുകളിലായിട്ട് 500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് തൊടുപുഴ സ്ഥിതി ചെയ്യുന്ന ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. തൊടുപുഴയിലെ ഏറ്റവും പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൊടുപുഴ പട്ടണത്തിൽ നിന്നും 4 കിലോമീറ്റർ ദൂരത്താണ് ഈ ക്ഷേത്രം. തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ ഒളമറ്റത്താണ് ഈ അതിപുരാതനമായ ക്ഷേത്ര സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഒളമറ്റത്ത് നിന്നും ക്ഷേത്രത്തിന്റെ കവാടം കടന്ന് 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിന്റെ സമീപത്തെത്തിച്ചേരാം. ഇവിടെ ബാലസുബ്രഹ്മണ്യനാണ് പ്രധാന പ്രതിഷ്ഠ. ഗണപതിയും ശാസ്താവും പ്രധാന ഉപദേവന്മാരാണ്. ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. മകരമാസത്തിലെ പുണർദം പൂയം നാളുകളിലാണ് ഇവിടെ പ്രധാന ഉത്സവം. ഉപ്പും കുരുമുളകുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ശരിക്കും ഈ ക്ഷേത്രം 500 അടി ഉയരത്തിൽ വലിയൊരു പാറക്കെട്ടിന്റെ മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു മനോഹരമായ വ്യൂ പോയിന്റ് ആണ്. ഇവിടെ ക്ഷേത്ര ദർശനം നടത്താനുള്ള ഭക്തർ മാത്രമല്ല വരാറുള്ളത്, ധാരാളം വിനോദസഞ്ചാരികളും ഇവിടെ എല്ലാ ദിവസവും എത്താറുണ്ട്. പിന്നെ രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് ഇവിടെ എത്താൻ പറ്റിയ നല്ല സമയം. ഒരു 10 മണിക്ക് ശേഷം ഇവിടെ എത്തിയാൽ നല്ല വെയിലും ചൂടുമായിരിക്കും അനുഭവപ്പെടുക. പളനിമലയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ സുബ്രഹ്മണ്യ ഭഗവാൻ കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിന് മഹാഭാരത കഥയുമായി ബന്ധമുണ്ട്. വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ ഇവിടെ എത്തുകയും പർണശാല കെട്ടി താമസിക്കുകയും ചെയ്തിരുന്നു. പാണ്ഡവർ തന്നെയാണ് ഇവിടെ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. സ്വയംഭൂവായ സുബ്രഹ്മണ്യ ചൈതന്യം കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ യുധിഷ്ഠിരൻ പൂജ നടത്തിയിരുന്നു എന്നാണ് ഐതിഹ്യം. വിശാലമായ പാറക്കെട്ടിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്ര പരിസരത്ത് അത്ഭുതവും കൗതുകവും ഉണർത്തുന്ന ധാരാളം കാഴ്ചകളുമുണ്ട്. ഭീമസേനൻ കാലുകൾ കൊണ്ട് ചവിട്ടി നിർമ്മിച്ച ഒരു ക്ഷേത്രക്കുളം ഇവിടെ കാണാം. ഇത് ഒരു ചെറിയ കുളമാണെങ്കിലും ഇതിലെ വെള്ളം എത്ര കടുത്ത വേനലിലും വറ്റാറില്ല. പാണ്ഡവർ നിർമ്മിച്ച വലിയൊരു അടുപ്പും ഇവിടെ കാണാം. വലിയ പാറക്കല്ലുകൾ കൂട്ടിവെച്ച് നിർമ്മിച്ച ഈ അടുപ്പിൽ തീ കത്തിച്ച് പാഞ്ചാലി ഭക്ഷണം പാകം ചെയ്തു എന്നാണ് വിശ്വാസം. ഇതും ഒരു അത്ഭുത കാഴ്ചയാണ്, കാരണം ഇത്രയും വലിയ കല്ലുകൾ ഈ പ്രദേശത്ത് വേറെ കാണാനുമില്ല. ഈ ക്ഷേത്രത്തിന്റെ മുമ്പിലായും വലിയൊരു തീർത്ഥക്കുളം കാണാം. ഈ കുളത്തിൽ ആചാരവിരുദ്ധമായി ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു ബോർഡും കാണാൻ സാധിക്കും. ഈ വിശാലമായ പാറക്കെട്ടിന്റെ എല്ലാ വശങ്ങളിലും മനോഹരങ്ങളായ കാഴ്ചകളാണുള്ളത്. തൊടുപുഴ പട്ടണത്തിന്റെ മിക്ക ഭാഗങ്ങളും ഇവിടെ നിൽക്കുമ്പോൾ കാണാം. മലകളും കുന്നുകളും കൊണ്ട് നിറഞ്ഞ ഇടുക്കി ജില്ലയുടെ മനോഹാരിതയും ഇവിടെ നിൽക്കുമ്പോൾ ആസ്വദിക്കാൻ സാധിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എത്തുന്നവർ വിശ്വാസിയോ അവിശ്വാസിയോ ആവാം.
നിലവിൽ ഭക്ഷ്യമാലിന്യങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും മദ്യക്കുപ്പികളും ഇവിടെ ഇട്ടിരിക്കുന്നത് കാണാം. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അന്തസ്സിന് ചേരുന്ന ഒരു പ്രവൃത്തിയല്ല ഇത്. ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സുബ്രഹ്മണ്യ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രത്തിന്റെയും ക്ഷേത്ര പരിസരങ്ങളുടെയും കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.